നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. നമുക്ക് ബ്രെഡ് ഉപയോഗിച്ചിട്ട് സമൂസ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നേരത്തെ ബ്രെഡ് സമൂസ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളത്. ഇതും ബ്രെഡ് സമൂസ തന്നെയാണ്. അപ്പോൾ നേരത്തെ ചെയ്തത് എരിവുള്ള രീതിയിലാണ്, ഇതിപ്പോൾ മധുരമുള്ള രീതിയിലാണ്. നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് പേർക്കൊക്കെ മധുരമുള്ള റെസിപ്പീസ് ആയിരിക്കും ഇഷ്ടം. കൂടുതൽ കുട്ടികൾക്ക് മധുരമാണ് ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് പേർക്ക് എരിവായിരിക്കും ഇഷ്ടം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് സമൂസ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതിലാവുമ്പോൾ അധികം വെള്ളം ചേർക്കാതെ നമ്മൾ ഫില്ലിംഗ് റെഡിയാക്കുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ആ വെള്ളം നനവ് കൂടുതലുണ്ടെങ്കിൽ എണ്ണയിൽ പൊട്ടിത്തെറിക്കും. അതുപോലെ ശർക്കര മെൽറ്റായിട്ട് എണ്ണയിലേക്ക് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല. പിന്നെ സമൂസയുടെ പുറം ഒരുപാട് കരിഞ്ഞു പോവാതെ എടുക്കുകയും ചെയ്യണം. അങ്ങനെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സമൂസ റെഡിയാക്കാം. ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഗസ്റ്റിന് കൊടുക്കാനാണെങ്കിലും വൈകുന്നേരം ചായക്ക് കഴിക്കാനാണെങ്കിലും വളരെ ഈസി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമൂസ എന്തായാലും ഉടനെ തന്നെ ഉണ്ടാക്കി നോക്കൂ. ബ്രെഡ് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം നമ്മുടെ സമൂസ. അപ്പോൾ സമൂസ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബ്രെഡ് സമൂസ റെഡിയാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ബ്രെഡ് സമൂസയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ശർക്കര എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്, പിന്നെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഒന്ന് പാനിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തതാണ്. പിന്നെ നമുക്കിതിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാര ചേർക്കാം. അതുപോലെ ഏത്തപ്പഴം ചെറുതായിട്ട് മുറിച്ച് ചേർക്കാം. കാഷ്യൂനട്ടോ റൈസിൻസോ ഒക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ തേങ്ങയും ശർക്കരയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചൂടാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഒന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫില്ലിങ് റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ ശർക്കര മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ അടയുടെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്ത് വെക്കുന്ന പോലെ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണയിലേക്കിട്ട് പൊരിക്കുമ്പോൾ നനവുള്ളതുകൊണ്ട് ഒന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർക്കുക. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് ചേർക്കായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആവുന്നത്. ശർക്കരയും തേങ്ങയും ചേർന്ന് മിക്സ് ആദ്യം നമുക്കൊന്ന് പാനിൽ ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നെയ്യ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. നെയ്യ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നെയ്യുടെ ഒരു ഫ്ലേവർ വരണം എന്നുണ്ടെങ്കിൽ മാത്രം നെയ്യ് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് തേങ്ങയും ശർക്കരയും മാത്രം ആഡ് ചെയ്യാം. അപ്പോൾ ശർക്കരയുടെ അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് മധുരം ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയിലായിട്ടാണ് ശർക്കര എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ആവുക, അത്രയേ ഉള്ളൂ. ഒരുപാട് അങ്ങോട്ട് മിക്സായി കിട്ടേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കണം. ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ താല്പര്യമാണെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം. പിന്നെ ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ താല്പര്യമില്ല, ജീരകത്തിൻ്റെ ഫ്ലേവറാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ജീരകം ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ചൂടായാൽ മതി. 1 മിനിറ്റ് ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ മതി. അപ്പോൾ ശർക്കര അങ്ങോട്ട് വല്ലാതെ മെൽറ്റായി പോകാമില്ല. നമ്മുടെ തേങ്ങയിലെ നനവൊന്ന് കുറഞ്ഞും കിട്ടും. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ബ്രെഡ് പരത്തി തുടങ്ങാൻ പോവാണ്. ആദ്യം നമുക്ക് ഓരോ ബ്രെഡായിട്ട് പരത്തി വയ്ക്കാം. അതിനുശേഷം ഫില്ല് ചെയ്യുമ്പോൾ ഒരുമിച്ച് ഫില്ല് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ജോലികൾ തീർക്കാം. നമ്മൾ ബ്രെഡ് പരത്തിയെടുക്കുമ്പോൾ കുറച്ച് ബലം കൊടുത്ത് പരത്തിയെടുക്കുക. അപ്പോഴേ കറക്റ്റ് ആവുള്ളൂ. പിന്നെ ഒരുപാട് അങ്ങോട്ട് ചൂടാക്കരുത് കേട്ടോ. ബ്രെഡ് ചൂടാക്കി എടുക്കുമ്പോൾ വല്ലാണ്ട് മൊരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു പോവും. അതുപോലെ തന്നെ പരത്താൻ കുറച്ചധികം ബലം കൊടുക്കേണ്ടി വരും. സാധാരണ ഒരു ബ്രെഡ് സ്ലൈസ് പരത്തിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ബലം കൊടുക്കേണ്ടി വരും. ഇങ്ങനെ 2 സൈഡിലേക്കും തിരിച്ചു വെച്ചിട്ട് നമുക്ക് നന്നായി പരത്തിയെടുക്കാം. നമ്മുടെ ബ്രെഡ് സമൂസ ചെയ്തപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ്സ് കട്ട് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അതിൽ കുറച്ച് കമൻസ് വന്നിരുന്നു, ആ സൈഡ്സ് കട്ട് ചെയ്തെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിത് സൈഡ്സ് കട്ട് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കത്രിക ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു സൈഡ്സ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ പിന്നെ ബ്രെഡിൻ്റെ കളർ എപ്പോഴും ഒരേ കളർ തന്നെയായിരിക്കും എല്ലാ സൈഡും. പിന്നെ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കുറച്ച് മൈദ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
ഇതുപോലെ മൈദ വെള്ളം മാത്രം ചേർത്ത് ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തത്. ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തില്ല, വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഇതിൻ്റെ 4 സൈഡിലും ഒരുപോലെ തന്നെ നമ്മുടെ മൈദയുടെ പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ പുറത്ത് റോഡ് ടാർ ചെയ്യാൻ തുടങ്ങി കുറേ കാലത്തിന് ശേഷം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. രാവിലെ തന്നെ അവർ ജോലി തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ മെഷീൻസൊക്കെ ഓൺ ചെയ്തതിൻ്റെ സൗണ്ട് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ മൈദ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ചെറിയൊരളവിൽ ഫില്ലിങ് വെക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് സ്ലൈസ് വലുതാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫില്ലിങ് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ചെറിയ സ്ലൈസ് ആകുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പതുക്കെ. ഇതുപോലൊന്ന് നടുഭാഗത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ പിടിച്ചിട്ട് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്യുമ്പോൾ ഈ തുമ്പ് ആദ്യം പിടിച്ച് മടക്കിയെടുക്കുക. പിന്നെ ഇങ്ങനെ വിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എല്ലാ സൈഡ്സും ഒരുപോലെ തന്നെ പ്രസ് ചെയ്യാം. മൈദയുടെ പേസ്റ്റ് ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് ഒട്ടി ഇരുന്നോളും. പിന്നെ തുറന്ന് പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈദയുടെ പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ ഒരു പോർഷനിലൊക്കെ ഒന്ന് മൈദയുടെ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിട്ടിങ്ങോട്ട് വരില്ല, അത് അങ്ങനെ തന്നെ നിന്നോളും. ഇതുപോലെ പിടിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മുടെ ഒരു സമോസ റെഡി ആയിക്കഴിഞ്ഞു. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് വെക്കട്ടെ. ഇതുപോലെ എല്ലാ സമോസയും നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സമോസ എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മാത്രമേ സമോസ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ എണ്ണ വലിച്ചെടുക്കും. അപ്പോൾ ആദ്യം ഒരു ചെറിയ പീസ് ബ്രെഡ് ഇട്ടിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടായോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു പീസ് ബ്രെഡ് ഒന്ന് ഇട്ട് കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് ബബിൾസ് വരുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഈ ഒരു ബ്രെഡ് പീസ് മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സമോസകൾ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സമോസ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ, ഫ്ലെയിം കുറയ്ക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിനി കുക്കാവാനൊന്നുമില്ല. നമ്മുടെ ബ്രെഡ് ഓൾറെഡി കുക്ക്ഡാണ്. നമ്മുടെ തേങ്ങയും ശർക്കരയും നമ്മളൊന്ന് ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻസൈഡിലൊന്നും കുക്കാവാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കണ്ടോ, ഒരു സൈഡ് ഫ്രൈ ആയിക്കഴിഞ്ഞു. ഞാൻ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ സൈഡും ആയിക്കഴിഞ്ഞു. ഇത്രയും മതി, നമ്മുടെ ബ്രെഡ് സമോസ റെഡി. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ സമോസയും ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് ഈ ഒരു ഫില്ലിംഗ് വെക്കുക എന്നുള്ള സമയം മാത്രമേ ഇതിൽ നമുക്ക് പോവുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ വേഗം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇന്ന് തന്നെ ബ്രെഡ് അടിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ ഈ ഒരു സമോസ മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കട്ടെ, അതിന് ശേഷം നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സമോസ എല്ലാം നമ്മളിതാ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള സമോസയാണ്. ഇത് കണ്ടോ, നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസൈഡ് ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആണ്. കണ്ടോ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് വ്യത്യാസം വരുത്തുക. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കും. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓൾ പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് സമോസ എല്ലാവരും കണ്ടല്ലോ, നല്ല മധുരമുള്ള ടേസ്റ്റി ആയിട്ടുള്ള
സമോസയാണ്. അപ്പോൾ ബ്രെഡ് സമോസ കണ്ടാൽ മാത്രം പോരാ, കണ്ടിട്ട് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ എനിക്കൊന്ന് അയച്ചു തരിക. അപ്പോൾ നമുക്കത് എല്ലാവരും ഷെയർ ചെയ്യാം. പിന്നെ അയക്കാനുള്ള വാട്സാപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതും ഈ വാട്സാപ്പ് നമ്പറിൽ ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഡൗട്ട് വാട്സാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ പുതിയൊരു വ്ളോഗ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നീതാസ് വ്ളോഗ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാം, കുറച്ച് പേർക്കൊക്കെ അറിയില്ല. അപ്പോൾ അറിയാത്ത ആളുകൾ ഒന്ന് അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ വ്യൂസൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സജഷൻസൊക്കെ നമ്മുടെ ആ വീഡിയോയുടെ ഒക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയാണ്. ആഴ്ചയിൽ 3 വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. പലതരത്തിലുള്ള വീഡിയോകളാണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള വീഡിയോകൾ ഏതൊക്കെ ടൈപ്പാണെന്നുള്ളത് നിങ്ങൾ അതും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ അതും കൂടി ഷെയർ ചെയ്ത് തരാം. പിന്നെ സൺഡേ നമുക്ക് വീഡിയോ ഇല്ല കേട്ടോ. അല്ലാതെ ബാക്കി ആഴ്ചയിൽ 6 ദിവസം മൺഡേ ടു സാറ്റർഡേ എല്ലാ ദിവസവും വീഡിയോ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.